ക്ഷേത്രോത്സവം നേരിട്ട് നടത്താനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പത്തനംതിട്ട ഓമല്ലൂരിൽ ഇന്ന് നാമജപ പ്രതിഷേധം. രക്തകണ്ഠ ക്ഷേത്ര സംരക്ഷണ സമിതി നേതൃത്വത്തിലാണ് സമരം നടക്കുക. ക്ഷേത്ര പരിസരത്തെ RSS ശാഖാ പ്രവർത്തനത്തിൽ തുടങ്ങിയതാണ് ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും തമ്മിലുള്ള പോര്. ക്ഷേത്ര ഉപദേശക സമിതി പ്രവർത്തനം മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഉത്സവ നടത്തിപ്പ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത്. പത്തനംതിട്ട ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, എരുമേലി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കാണ് ഉത്സവ നടത്തിപ്പ് ചുമതല. ഇതിനെതിരെയാണ് രക്തകണ്ഠ ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്ത് വന്നിട്ടുള്ളത്. CPM-ഉം ദേവസ്വം ബോർഡും രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് ആക്ഷേപം. ഇവിടുത്തെ ഭക്തജനങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന ഒരു പൊതു കമ്മിറ്റിയായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ അന്ന് തന്നെ രാത്രിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഓഫീസിൽ പോയി ഈ ഉപദേശ സമിതിയെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KR ബൈജുവും ദീപു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പ്രവർത്തകനും കമ്മീഷണർക്ക് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 4 മാസത്തെ കാലത്തോളം ഉപദേശ സമിതിയെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. ക്ഷേത്ര പരിസരത്ത് RSSന്റെ ശാഖാപ്രവർത്തനം, ഗോപുരത്തിൽ കാവിക്കൊടി കെട്ടുന്നു തുടങ്ങിയ പരാതികളെ തുടർന്ന് 2 വർഷമായി ഓമല്ലൂരിൽ CPM RSS തർക്കം നിലനിൽക്കുന്നുണ്ട്. 2023 ഉത്സവാരംഭത്തിൽ ക്ഷേത്ര പരിസരത്ത് കൊടി കെട്ടാനും CPM പ്രവർത്തകർ ശ്രമം നടത്തിയിരുന്നു. ചുരുക്കത്തിൽ മാർഗനിർദ്ദേശങ്ങൾ മറികടന്നുള്ള പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് ഉപദേശക സമിതി പ്രവർത്തനം മരവിപ്പിച്ചതും ഉത്സവ നടത്തിപ്പ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതും. അതേസമയം എല്ലാ കരക്കാരുടെയും സഹകരണത്തോടെയാകും ഉത്സവ നടത്തിപ്പെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. മെയ് 8-നാണ് ഉത്സവ കൊടിയേറ്റ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.